ഹായ്. ഇപ്പോൾ രാത്രിയായി 11:15 എന്തോ ആയ സമയം. എന്തിനാണിപ്പോൾ ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നമുക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടുമല്ല, ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്താണ്. കോഴിക്കോട്ടുകാരുടെ സ്വന്തം പാരഗൺ ഹോട്ടലിലേക്ക് പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. കുറേ കാലമായി കഴിച്ചിട്ട്. കാര്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് എണീക്കാറില്ല. അല്ലാത്ത ദിവസം ലാബിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് കഴിക്കാറ്. അപ്പോൾ നാളെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. എനിക്ക് ടൗണിൽ പോകണം. ഞാൻ ഒരു 9 മണി സമയത്ത് ടൗണിലുണ്ടാവും. അപ്പോൾ കുറച്ച് കാലമായി പാരഗണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ ഒക്കെ കൂടെ ഒത്തു വന്നപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് നാളെ പോയാലോ. നാളെ ആക്ച്വലി എനിക്കൊരു എക്സാമാണ്. 7:15 to 9:15 എക്സാമിൻ്റെ സ്കെഡ്യൂൾ വരുന്നത്. പക്ഷേ ഞാൻ ആ എക്സാമിനെ കുറിച്ച് തീരെ ബോധവടെയല്ല. ഞാൻ നാളെ ഈ എക്സാം എഴുതുന്നത് പോലും പാരഗണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ എന്ന് ആലോചിച്ചിട്ടാണ്. എന്നാൽ പിന്നെ അതും ആലോചിച്ച് നമുക്ക് അങ്ങോട്ട് ഉറങ്ങാം. അപ്പോൾ രാവിലെ എണീക്കാനും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതായത് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇപ്പോൾ രാവിലെ എണീക്കുക. ഒരു 6:30 ആകുമ്പോൾ എണീറ്റ് നമുക്ക് ഇവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് എക്സാം സെൻറ്ററിൽ എത്തി അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഫുൾ എൻ്റെ മനസ്സിൽ. ബാക്കി എന്നാൽ നമുക്ക് അപ്പം കണ്ടാലോ. അപ്പം നമുക്ക് മെല്ലെ അങ്ങോട്ട് ഉറങ്ങാം. എന്നിട്ട് ബാക്കി രാവിലത്തെ കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഒന്ന് ഉറങ്ങിയാലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. വളരെ ലേറ്റായി എഴുന്നേറ്റത് കൊണ്ട് എനിക്ക് എണീക്കുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എക്സാം കഴിയാൻ വേണ്ടി കാത്തിരുന്നത് പോലെ തന്നെ ഞാൻ വേഗം ഓടിപ്പിടിച്ച് പാരഗണിലെത്തി. ഒരു ഓട്ടോ ഒക്കെ പിടിച്ചാണ് കേട്ടോ പാരഗണിലേക്ക് പോയത്. പാരഗണിൽ എനിക്ക് എപ്പോഴും പോയാൽ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് ഉണ്ട് ഇൻ ദാറ്റ് കോർണർ. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെയാണ് ഇരിക്കാറ്. സോ ഞാൻ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഓർഡർ ചെയ്തിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഐ വാസ് സോ എക്സൈറ്റഡ്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു വീഡിയോൻ്റെ കണ്ടൻ്റ് ആണോ, ഇങ്ങനെയും ഓവറാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ എന്നെപ്പോലൊരു ഫുഡി ആയിട്ടുള്ള ഒരാൾക്ക് ആക്ച്വലി ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ കുറച്ചധികം സ്ട്രെസ്സ് വന്നാലോ എനിക്ക് ഓവറായിട്ട് വർക്ക് പ്രഷർ വന്നാലോ ഒക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതെത്ര ഹെൽത്തി ആയിട്ടുള്ള ശീലമാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഫുഡ് മേക്സ് മീ ഹാപ്പി. അതുകൊണ്ട് എന്തൊരു പ്രശ്നം വന്നാലും എൻ്റെ സൊല്യൂഷൻ ഫുഡാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിഫറൻസ് എപ്പോഴും ഫുഡിലേക്ക് പോകുന്നതും. അപ്പോൾ യെസ്, നമ്മുടെ ഫുഡ് വന്നു. അപ്പം ആൻഡ് ഫിഷ് മാംഗോ കറിയാണ്. ഇതാണ് ഞാൻ ഇന്നലെ രാത്രി മുതൽ ഹൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ചിക്കൻ സ്റ്റ്യൂവും കൂടെ ഉണ്ടായി. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് എടുത്തിട്ട് ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഹെവൻലിയാണ്. ഈ പറയുന്നതൊന്നും എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അഗൈൻ എനിക്ക് അറിയില്ല. പക്ഷേ എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് ചുറ്റുപാടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. സോ അപ്പം അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചേക്കുവാണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ബേസിക്കലി എനിക്ക് ഫുഡ്. സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ, എൻ്റെ ഒരു സങ്കടം വരികയാണെങ്കിൽ പോലും എനിക്ക് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്താണ് ഹോബി എന്ന് ചോദിക്കുമ്പോൾ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ പാട്ട് പാടുക എന്ന് പറയുന്ന പോലെ തന്നെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴത്തെ ഹോബിയാണ്. ശരിക്കും വീട്ടിൽ നിന്ന് വിട്ട് തുടങ്ങി പിന്നെ, അതായത് ഹോസ്റ്റൽ ലൈഫ് തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഈ പുറത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ശീലമായതും എപ്പോഴും പലതരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്ത് തുടങ്ങിയതും അതെപ്പോഴും കഴിക്കണമെന്ന് തോന്നി തുടങ്ങിയതും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ഹെൽത്തി ആണ് എന്നുള്ള കാര്യം എപ്പോഴും ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ എന്നും ഒന്നും കഴിക്കുന്നില്ലല്ലോ. നമുക്ക് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ക്രേവിങ്സ് വരുമ്പോൾ മാത്രം കഴിക്കണതാണ്. സോ എന്താ പറയുക, എല്ലാവരും നല്ല ഫുഡ് കഴിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് ഫുഡ് എപ്പോഴും ഒരു സന്തോഷമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എല്ലാവരും പോയി പാരഗണിന്ന്, ഇതൊരിക്കലും ഒരു പ്രൊമോഷനല്ല, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. എല്ലാവരും പാരഗണിൽ പോയി അപ്പവും ഫിഷ് മാംഗോ കറിയും കഴിക്കുക. ആൻഡ് എന്താണ് ടമ്മിയൊക്കെ ഫുള്ളാക്കി വെക്കുക എപ്പോഴും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ബൈ.